ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിക്കുന്ന ദൃശ്യം 3 സിനിമയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാവരും. ഞാനുള്ളത് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ സ്വന്തം വീട്ടിലാണ്, തൊടുപുഴയ്ക്കടുത്തുള്ള ആ വീട്ടിലാണ് ഉള്ളത്. ഈ വീടിൻ്റെ സ്വന്തം ഉടമസ്ഥനായിട്ടുള്ള ജോസേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. ജോസേട്ടാ, ഈ അടുത്ത സിനിമയ്ക്കായിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങി അല്ലേ? ആയി തുടങ്ങി. ദൃശ്യം 3ൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു. ഒരു വാഴയൊക്കെ വെച്ചു. ഇന്നും പണിക്കാരുണ്ട്. എങ്ങനെയാണ് ജിത്തു ജോസഫ് ഈ ഒരു വീട്ടിലേക്ക് വന്ന് എത്തുന്നത്? പല സ്ഥലത്തും നടന്നു. അപ്പം മോഹൻലാൽ ഒരു കൃഷിക്കാരനായിട്ടാണല്ലോ. അപ്പോൾ ആ കൃഷിക്കാരൻ്റെ രീതിയിലുള്ളൊരു ഒതുങ്ങിയ ഒരു ഭവനം കണ്ടു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആദ്യം അദ്ദേഹം വന്നപ്പോൾ ഞങ്ങളില്ലായിരുന്നു. പിറ്റേ ദിവസം വന്നു, അനുവാദം ചോദിച്ചു, അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. ഈ ദൃശ്യം 1ൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു കുറച്ചുകൂടെ ഒതുങ്ങിയ വീടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് കഥ വലുതായി, ജോർജ് കുട്ടി അല്പം സമ്പന്നനായപ്പം വീടിൻ്റെ രൂപവും മാറി അല്ലേ? മാറി, വീടിൻ്റെ രൂപം മാറി. വരാന്ത എടുത്തു, പുതിയ മുറി ഉണ്ടാക്കി, AC സംവിധാനത്തോടു കൂടിയുള്ളത്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള പുരോഗമനം വന്നു. അദ്ദേഹം ധനാഢ്യനായി. അപ്പോൾ അതനുസരിച്ച് വീടിനൊരു മാറ്റം വന്നു. ഇത്തവണ മോഹൻലാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിന് ശേഷമാണ് ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. തൊടുപുഴയിലേക്ക് മോഹൻലാൽ വരുന്നുണ്ട്. കാണാൻ ഒരു കൗതുകം ഉണ്ട് അല്ലേ? ഉണ്ട്. മോഹൻലാലായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ ഷൂട്ടിംഗ് വരുമ്പോൾ? മോഹൻലാൽ നല്ല എളിമയുള്ള സ്വഭാവവും, ആരോടും സംസാരിക്കും. കുഴപ്പമൊന്നുമില്ല, തലക്കനമൊന്നുമില്ല. അദ്ദേഹം നമ്മളിൽ ഒരാളായിട്ട് അദ്ദേഹം ഞങ്ങളോടുകൂടി ഇവിടെ വരുന്നു പോകുന്നു. എത്ര ദിവസത്തേക്കാണ് ഷൂട്ടിംഗ് പറഞ്ഞിരിക്കുന്നത്? ഷൂട്ടിംഗ് ക്രൂ ഒക്കെ നമ്മുടെ കുടുംബമായിട്ട് ഒരുമിച്ച് അങ്ങ് പോവുകയാണോ? കൃത്യമായിട്ടൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയാൻ മേല. അത് അവർക്കേ അറിയാമായിരുന്നു. കഴിഞ്ഞ തവണ ഒരു 12 ദിവസം ഉണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ അവർ പറയേണ്ട കാര്യങ്ങൾ നമുക്കറിയാൻ മേല. തൊടുപുഴയ്ക്ക് സമീപത്ത് വഴിത്തലയിലെ ഒരു കർഷകൻ്റെ വീട്ടിലേക്കാണ് ജോർജ് കുട്ടിയും കുടുംബവും വന്ന് താമസിക്കാൻ പോകുന്നത്. ഏതാണ്ട് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ നിന്നുള്ള ചടങ്ങിന് ശേഷം മോഹൻലാൽ ഇവിടെ എത്തും, ഷൂട്ടിംഗ് ആരംഭിക്കും. വലിയ പ്രതീക്ഷയിലാണ് മലയാള സിനിമാ പ്രേക്ഷകർ. മോഹൻലാൽ തൊടുപുഴയിലേക്ക് എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരും. ജിബിൻ തോമസിനും അജിനുമൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.